തന്നെ 7:30 കൂടിയാണ് ഇതിന്റെ സമാപനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സമാപനം എന്തായാലും വൈകുമെന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വെച്ച ഈ സമാപന ചടങ്ങിൽ വെച്ച രാഹുൽ ഒരു പ്രതികരണം നടത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ പെരുമാറുന്നു എന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ, താൻ ഉയർത്തിയ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്ന. ബീഹാർ ഒരു തുടക്കം മാത്രമെന്ന് തന്നെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും വ്യക്തമാക്കുന്നത്. കാരണം വലിയൊരു ഐക്യത്തിന്റെ സന്ദേശമാണ് ഇന്ന് സസാറാമിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. പ്രതിപക്ഷ നിര ഒന്നടങ്കം അണിനിരുന്നു. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ അവർ ഒരുമിച്ച് ഏറ്റെടുക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം കണ്ടതാണ്. കാരണം ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനും ശേഷം ഇന്ത്യ സഖ്യത്തിലിരിക്കില്ല എന്ന് വ്യക്തമാക്കി പുറത്തുപോയത്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് കൂടി അന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ കൃത്യമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത്. ആ ആരോപണങ്ങൾ സത്യം, അതുപോലെ തന്നെ അത് ശക്തമാണെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു, അതിന് പിന്തുണ നൽകുന്നു. എന്തായാലും 7:30 കൂടിയാണ് ഇതിന്റെ സമാപനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു സമയത്തേക്കും യാത്ര സമാപിക്കും. കാരണം വലിയ തിരക്കാണ് ഈ റോഡിന്റെ ഇരുവശത്തും ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും ഒരു സമാപനം? ആ സമാപന വേളയിൽ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 16 ദിവസമാണ് ബീഹാറിൽ രാഹുൽ ഉണ്ടാവുക. 16 ദിവസത്തിൽ 3 ദിവസം ഇടവേളയുണ്ട്. 13 ദിവസം കൊണ്ട് 1300 കിലോമീറ്റർ 23 ജില്ലകളിലൂടെ രാഹുൽ സഞ്ചരിക്കും. എന്തായാലും ശക്തമായ പിന്തുണ രാഹുലിന് ബീഹാറിൽ ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ജനാവലി തന്നെ രാഹുലിന് പിന്നിൽ അണിനിരക്കുകയാണ്. രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ അവർ പിന്തുണയ്ക്കുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് രാഹുലും ഓരോ പ്രതിപക്ഷ നേതാക്കളും ഇന്ന് ബീഹാറിലെത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യവാദം.